വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് സംവിധായകൻ മോഹൻ, അതായത് ക്ലാസിക് സിനിമകളുടെ സംവിധായകൻ മോഹൻ അന്തരിച്ചു കൊച്ചിയിൽ എന്നാണ്. ശാലിനി എന്റെ കൂട്ടുകാരി, പക്ഷേ, ഇടവേള, അങ്ങനെ ഒരു അവധിക്കാലത്ത്, രണ്ടു പെൺകുട്ടികൾ എന്നിങ്ങനെ പ്രധാന ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ്. വലിയ കലാകാരനാണ് സംവിധായകൻ മോഹൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നടൻ ഇന്നസെന്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ ഇതിന്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, മോഹനെ ഓർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മോഹൻ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ഒരുപാട് മനോഹരമായ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ അന്നൊക്കെ നിരൂപക ശ്രദ്ധ ആകർഷിച്ച ചിത്രങ്ങളായിരുന്നു. എങ്ങനെയാണ് ഹരി ഒന്ന് വിലയിരുത്തുന്നത് മോഹനെ? രഞ്ജിത്ത്, അത് തന്നെയാണ് ക്ലാസിക് സിനിമകളുടെ സംവിധായകൻ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ തന്നെയായിരുന്നു എം മോഹൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ജോൺ പോളിനോടൊപ്പം ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ പത്മരാജനോടൊപ്പം ചെയ്ത ചിത്രങ്ങളൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ CD വരെ സൂക്ഷിച്ചിരിക്കുന്ന മോഹൻ സംവിധായകൻ പ്രത്യേകിച്ച് ജോൺ പോളിൻ്റെ കൂടെയും അല്ലെങ്കിൽ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ജോൺ പോളിൻ്റെ കൂടെയും അല്ലെങ്കിൽ പത്മരാജൻ്റെയും കൂടെ ചിത്രങ്ങളൊക്കെ തന്നെ അങ്ങനെ സൂചിപ്പിക്കാവുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രഫിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത്രമാത്രം സിനിമകൾ തന്നെ, ക്ലാസിക് സിനിമകൾ തന്നെ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. പ്രത്യേകിച്ച് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇസബെല്ല തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ അത്രയും അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിലുണ്ടായിരുന്നാലും അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എന്നുള്ളതാണ്. നാളെയാണ് സംസ്കാരം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇറങ്ങിയ സിനിമകളാണെങ്കിൽ പോലും ഒരു ഡ്രിഫ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ വാണിജ്യ സിനിമകളോ അല്ലെങ്കിൽ ആ സിനിമകളുടെ ഒക്കെ തന്നെ ഒരു വ്യത്യാസത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു പുതിയ വഴി വെട്ടി വന്ന ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊക്കെ തന്നെ ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നത്. ആ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ ആ ഒരു ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് മാറിയിരുന്ന ഒരു സിനിമകളായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കാനാണെങ്കിൽ നെടുമുടി വേണു നായകനായ വിട പറയും മുമ്പ് എന്ന സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇളക്കങ്ങൾ, ഇടവേള എന്ന ചിത്രം, നമുക്കറിയാം ഇടവേള എന്ന ചിത്രം തന്നെയാണ് ഇടവേള ബാബുവിലേക്ക് മാറിയതും. ഇപ്പോൾ ഒരു കഥ കഥ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളൊക്കെ തന്നെ, പക്ഷേ എന്ന സിനിമയൊക്കെ തന്നെ വലിയ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് മാറിയ ചിത്രങ്ങളാണ്. അങ്ങനെ ഒരു വേറെ രീതിയിലുള്ള ഒരു സിനിമകൾ മലയാള സിനിമയിലേക്ക് തന്നെ നൽകിയ ഒരു സംവിധായകൻ കൂടിയായിരുന്നു മോഹൻ. അദ്ദേഹത്തിൻ്റെ സിനിമാ ചരിത്രം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ കൊളാബറേഷൻസ്, അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളൊക്കെ തന്നെ അദ്ദേഹം ഏകദേശം 23 സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കൊളാബറേഷൻസ് ആയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോൺ പോളിനോടൊപ്പവും ചെയ്ത സിനിമകൾ, അല്ലെങ്കിൽ പത്മരാജനോടൊപ്പം ചെയ്ത സിനിമകളൊക്കെ തന്നെ അങ്ങനെ ക്രിട്ടിക്കലി ആയിട്ട് അന്നത്തെ ക്രിട്ടിക്സിന് മാത്രമല്ലാതെ അന്നത്തെ പ്രേക്ഷകർക്ക് പോലും ഒരു പുതിയ രീതിയിലേക്ക് സിനിമ മാറ്റി വെച്ച ഒരു സംവിധായകൻ കൂടിയായിരുന്നു മോഹൻ. എന്തായാലും ആ സിനിമകൾ ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫിൽമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയൊക്കെ നമ്മൾ ഇപ്പോഴും ഇരുന്ന് കാണുന്ന സിനിമകൾ തന്നെയാണ്. അത്രമാത്രം കുടുംബ പ്രേക്ഷകർക്കിടയിലും അല്ലെങ്കിൽ ആ ഒരു പിന്തുണ നേടിക്കൊടുത്ത ഒരു സിനിമ, അത്രമാത്രം സംസാരിക്കപ്പെട്ട സിനിമകൾ ഒക്കെ തന്നെയാണ് മോഹൻ എന്ന സംവിധായകനെ തന്നെ ഒരു വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമാ ശൈലിയിൽ, പ്രത്യേകിച്ച് അദ്ദേഹം എടുക്കുന്ന ഷോട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് സംവിധായകരിൽ നിന്നും മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഷോട്ട് മേക്കിംഗ് ടെക്നീക്സ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം എടുക്കുന്ന ഇപ്പോൾ സ്റ്റഡി ഷോട്ടുകൾ അദ്ദേഹം കൂടുതലായി യൂസ് ചെയ്തേക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ കൂടുതൽ നേരം ചെലവഴിക്കുക, നമ്മൾ സിംഗിൾ ഷോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ അത് വ്യത്യസ്തമായിരുന്നു. മറ്റുള്ള സംവിധായകരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു ഫിലിം മേക്കിംഗ് രീതി തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു വലിയ നഷ്ടം തന്നെയാണ് മോഹൻ എന്ന സംവിധായകൻ്റെ നഷ്ടം. എന്തായാലും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംസ്കാരം. നാളെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ എപ്പോഴും ക്രിട്ടിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും കുടുംബ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നതാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഉള്ളതാണ്, പ്രേക്ഷകർ ഉള്ളത് തന്നെയാണ്. എന്തായാലും ഒരു വലിയ നഷ്ടം. വിധുബാല, ഹരി തുടരുക. നടി വിധുബാല ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വിധുബാല, മോഹൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങളാണ് മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത്? മോഹനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മധുസാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. ഞാൻ ശാന്തപ്പ എന്നാ വിളിച്ചിരുന്നത്. കാരണം എന്റെ കസിൻ ശാന്തേട്ടനുമായിട്ട് ഒരുപാട് മുഖച്ഛായ ഉള്ളതുകൊണ്ട് ശാന്തപ്പ എന്നാ വിളിച്ചിരുന്നത്.
ഞങ്ങള് ഒരുപാട് വർഷമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. വളരെ ഞാൻ, ക്യാമറാമാൻ ഹേമേന്ദ്രൻ, ആർട്ട് ഡയറക്ടർ ശ്രീനിവാസൻ, ശാന്തപ്പൻ, ഞങ്ങളെല്ലാവരും ഒരു കെട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ശാന്തപ്പൻ ഡയറക്ടറായി 2 പെൺകുട്ടികൾ എന്നുള്ള പടം എടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, അല്ല ഹീറോയിനായിട്ട് വിധുവിന് പറ്റില്ല, അതുകൊണ്ട് ആ റോൾ അങ്ങനത്തെ റോളാണ്, അതുകൊണ്ട് അത് വേറെയാണ്, പക്ഷെ അതിലൊരു ഉഗ്രൻ ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 2 പെൺകുട്ടികളുടെ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് അടിച്ചു പൊളിച്ച റോളായിരുന്നു. ശാന്തപ്പൻ മാത്രമല്ല, ശാന്തപ്പന്റെ വൈഫ് അനുപമ, ഞങ്ങൾ കുച്ചിപ്പുടി ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ട്, ഞാൻ പഠിക്കാൻ നിന്ന് എന്റെ ടീച്ചർ അവിടെ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകും. നാരദനായിട്ടാണ് സാധാരണ അഭിനയിക്കുക, ഡാൻസ് ചെയ്യുക അനുപമ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അടുത്ത കാലത്ത് തന്നെ ഞാൻ ശാന്തത്തിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന്. ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇത് വല്ലാത്തൊരു ഞാൻ നല്ല പടങ്ങൾ ശാന്തപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. 2 പെൺകുട്ടികൾ, വാടക വീട്, പിന്നെ സൂര്യദാഹത്തിലാണ് ഇന്നസെന്റ് ആദ്യമായിട്ട് ഒരു ചെറിയ ക്യാരക്ടർ എന്റെ കൂടെ അഭിനയിച്ചത്. ഇതെനിക്ക് ഷോക്കിംഗ് ആയിരിക്കുന്നു. എന്താ പറയാ, കുറച്ചു കാലമായിട്ട് അസുഖത്തിലായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഉമാ സ്റ്റുഡിയോയില് ഉള്ള ഓർമ്മ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്കധികം നല്ല ഓർമ്മകളാണ് എനിക്ക് ഉള്ളത്. ശാന്തപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങള് വളരെ സൈലന്റ് ആയിരുന്നു. ശാന്തപ്പൻ നല്ല ഒരു സൗമ്യമായിട്ടുള്ള സ്വഭാവവും വളരെ സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നു. അത് മാത്രമല്ല, എനിക്കറിയുന്നില്ല എന്താ പറയേണ്ടത്, അല്ലാത്തൊരു വിഷമമുണ്ട്. കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടുള്ള ഇരിപ്പാണ്. മറക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാരും സിനിമയ്ക്ക് ഒരുമിച്ച് പോകലും അടിച്ചു പൊളിച്ച് ശ്രീകുമാർ തിയേറ്ററിലൊക്കെ ഞങ്ങളിങ്ങനെ ഒച്ചയും ബഹളവും വെച്ചിട്ട് എന്ത് നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും പോയി, ഹേമേന്ദ്രനും പോയി, മോഹനും പോയി. വല്ലാത്തൊരു വിഷമമുണ്ട് കേൾക്കും. ശരി, നടി വിധുബാലയാണ് ഏറെ ദുഃഖത്തോടു കൂടി ശ്രീ മോഹനെ സ്മരിച്ചത്. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസിക് ചിത്രങ്ങളുടെ സംവിധായകൻ. 22ഓളം സിനിമകൾ മോഹൻ സംവിധാനം ചെയ്തു. അതിൽ പലതും നിരൂപക ശ്രദ്ധ ആകർഷിച്ചായിരുന്നു, പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചായിരുന്നു. ഏറെ പുതിയ നടീനടന്മാരെ സിനിമയ്ക്ക് സമ്മാനിച്ച സിനിമകളായിരുന്നു. അതിന് ഓരോ തലങ്ങളുള്ള സിനിമകൾ എന്ന് തന്നെയാണ്. ഹരി, അങ്ങനെയല്ലേ വിശേഷിപ്പിക്കേണ്ടത്? കാരണം ഈ ഓരോ സിനിമകളും ഓരോ തരത്തിൽ, ഒരു സമയത്ത് പത്മരാജനൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ സിനിമകൾ മനുഷ്യവികാരങ്ങളെ പലതരത്തിൽ പ്രതിഫലിപ്പിക്കുന്ന കൂടുതൽ കഴിവുള്ള നടീനടന്മാരെ മലയാളത്തിന് സംഭാവന നൽകിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് മോഹൻ എന്ന അതുല്യ സംവിധായകൻ വിടവാങ്ങുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. മനുഷ്യ മനസ്സുകളെ, പ്രത്യേകിച്ച് അത് ഒരു ഉള്ളുലയ്ക്കുന്ന രീതിയിൽ തന്നെ സംവിധായകൻ മോഹൻ തൻ്റെ സിനിമകളൊക്കെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യവികാരങ്ങളെ എങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കണ്ണ് നനയിപ്പിക്കുക, അല്ലെങ്കിൽ അവരിലൂടെ കഥാപാത്രങ്ങളിലൂടെ യാത്ര ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ആ 80 കാലഘട്ടത്തിലൊക്കെ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാക്കി മാറ്റാൻ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട സംവിധായകൻ കൂടിയാണ് മോഹൻ എന്ന് എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ അതിനൊരു ഉദാഹരണമാണ്, സാക്ഷ്യമാണ്. പ്രേക്ഷകന്റെ മനസ്സിനെ എത്രമാത്രം ഉള്ളുലയ്ക്കുന്നു, ആ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ ഇപ്പോഴും സഞ്ചരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങൾ നമ്മൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പ്രേക്ഷകനെ അത്രമാത്രം. നടൻ ഗായകൻ ശ്രീ കൃഷ്ണചന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണചന്ദ്രൻ, താങ്കൾക്ക് വ്യക്തിപരമായി ഏറെ ബന്ധമുള്ള ആളാണ് മോഹൻ എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് താങ്കളുടെ സ്മരണ അദ്ദേഹത്തെ കുറിച്ച്? എന്റെ ഏറ്റവും നല്ലൊരു പാട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലാണ്. അതാണ് ഏറ്റവും വലിയ ബന്ധം. മംഗളം നേരുന്നു എന്നുള്ള ചിത്രത്തിലെ അല്ലിയിളമ്പൂ എന്നുള്ള പാട്ട്, അത് ശരിക്കും ദാസേട്ടന് പാടാൻ വേണ്ടിയിട്ട് ഇളയരാജ സാറ് കമ്പോസ് ചെയ്ത പാട്ടാണ്. ഞാനതിന്റെ ഒരു ട്രാക്ക് പാടിയിട്ട് അവർ ഷൂട്ടിങ്ങിന് അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇന്നസെന്റ് ഏട്ടനും മോനേട്ടനെ പോലെയുള്ള അവിടുത്തെ വലിയ ആളുകളെല്ലാം കൂടി അത് ഇവൻ പാടിയത് കൊള്ളാം, മോശമില്ല എന്നുള്ളൊരു രീതിയിലാണ് ആ പാട്ട് ഓക്കെ വെച്ചത്. അത് കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്ക്, കാരണം രവി മേനോനെ പോലെയുള്ള പാട്ടിനെ പറ്റി എഴുതുന്നവരൊക്കെ പറയുന്നത് മലയാളത്തിലെ ഒരു 15 താരാട്ട് പാട്ടുകൾ എടുത്താൽ അതിലൊരു പാട്ട് അല്ലിയിളം പൂവാണെന്ന് പറയുമ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എനിക്കങ്ങനെ സംഗീതത്തിൽ കൂടെ അങ്ങനെ വലിയ അംഗീകാരമൊന്നും കിട്ടാത്ത ഒരാളാണ്. പക്ഷെ മോനേട്ടൻ എന്നുള്ള സംവിധായകൻ, അദ്ദേഹത്തിന്റെ 2 സിനിമകളിൽ എനിക്ക് ഇടവേള എന്നുള്ള സിനിമയിലും MP ശ്രീനിവാസന്റെ സംഗീതത്തിൽ നല്ലൊരു പാട്ട് പാടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്.
പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മോഹനേട്ടൻ ആണ് എന്നെ ഇളയരാജയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തമിഴിൽ കുറെ പടങ്ങൾ പാടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതും മോഹനേട്ടൻ കാരണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്ക് എല്ലാവർക്കും അന്നത്തെ കാലത്ത് ഒരു വളരെ കമേഴ്ഷ്യൽ സിനിമകൾ വന്നുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഒരു ഫാമിലി എന്താണ് പറയാ, ഒരു മധ്യവർത്തി സിനിമകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള സിനിമകളല്ലേ ഇവിടെ പറയും മുംബൈയും ഇളക്കങ്ങളും ശാലിനി എന്റെ കൂട്ടുകാരി. അയ്യോ, ഒന്നും മറക്കാൻ പറ്റില്ല. മോനേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ നല്ല ബന്ധമായിരുന്നു. പക്ഷെ അദ്ദേഹം അസുഖമായിട്ട് കിടന്നതിന് ശേഷം എനിക്ക് തീരെ എറണാകുളത്താണെന്നും അദ്ദേഹം ഉണ്ടായിരുന്നു. മദ്രാസിലുള്ളപ്പോൾ പിന്നെയും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഈ അവസാന കാലത്ത് എനിക്ക് തീരെ അദ്ദേഹത്തെ കാണാനൊന്നും സാധിച്ചിരുന്നില്ല. എന്തായാലും ഇത് വലിയൊരു വിഷമമായി. 2-3 വർഷമായിട്ട് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുമായിരുന്നുള്ളൂ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശരി, മോനേട്ടനെ പോലെയുള്ള സിനിമ നമുക്ക് നഷ്ടമാണ്, നമ്മൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാണ്. അതേപോലെ ഭരതേട്ടൻ, പത്മരാജൻ സാറ്, മോനേട്ടൻ, അങ്ങനെയുള്ള ആ ഒരു കാലത്തെ ഡയറക്ടേഴ്സ് ഇല്ലേ, അവരൊക്കെ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ അവസാനത്തെ കണ്ണിയാണ് ഇപ്പൊ മോനേട്ടനും പോയിരിക്കുന്നത്. കൂടുതൽ എന്ത് പറയാനാ. ശരി, ശ്രീ കൃഷ്ണചന്ദ്രനാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ഏതായാലും വിഖ്യാത സംവിധായകൻ, അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ, ഇസബെല്ല പോലെയുള്ള സിനിമകൾ കമേഴ്ഷ്യലിയും വലിയ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സിനിമകളാണ്. ഒരുപാട് നല്ല സിനിമകൾ ബാക്കി വെച്ചാണ് മോഹൻ വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. നിരവധി നടിമാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ശാലിനി എൻ്റെ കൂട്ടുകാരിയൊക്കെ അന്ന് ഒരുപാട് തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഹരി, തുടരാം. തീർച്ചയായും രഞ്ജിത്ത്, ഞാൻ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ സംസാരിക്കാം. 1978 റിലീസ് ചെയ്ത ചിത്രം. ആ ചിത്രത്തെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു കമേഴ്ഷ്യൽ സക്സസ് കൂടിയായിരുന്നു ആ ചിത്രം എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ടത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു മലയാള സിനിമയിൽ നിന്നും മാറിക്കൊണ്ട് സഞ്ചരിച്ച, എടുത്തു പറയേണ്ടത് ആ ചിത്രത്തിൻ്റെ ഒരു ബോക്സ് ഓഫീസ് വിജയവും കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ആ സിനിമയ്ക്കുണ്ടായിരുന്ന ഒരു റണ്ണ്, ആ സിനിമ സംസാരിക്കപ്പെടുന്നത്, ഇപ്പോഴും സംസാരിക്കപ്പെടുന്നത് ആ സിനിമ, പ്രത്യേകിച്ച് വാടക വീട് വന്നതിന് ശേഷം ഈ സിനിമ വന്നാൽ പോലും ഏറ്റവും പ്രധാനമായി നമ്മൾ സംസാരിക്കപ്പെടുന്നത് ചിത്രം ശാലിനിയുടെ കൂട്ടുകാരിയും കൂടി തന്നെയാണ്. അപ്പോൾ ആ സിനിമ തന്നെ ഒരു വല്ലാത്തൊരു കിക്ക് സ്റ്റാർട്ട് പോലെയായിരുന്നു മോഹൻ എന്ന സംവിധായകൻ്റെ ഒരു ഫിലിമോഗ്രഫി നമ്മൾ തുടങ്ങുന്നത് പോലും. അതിനുശേഷം റിലീസ് ചെയ്തപ്പോൾ നമ്മൾ പക്ഷേ എന്ന സിനിമയായിക്കോട്ടെ ഉൾപ്പെടെ നമ്മൾ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ 23 സിനിമകൾ നമുക്ക് എണ്ണി പറയുകയാണെങ്കിൽ, ഒരു കഥ, ഒരു നുണക്കഥ തുടങ്ങിയ സിനിമകളൊക്കെ നമ്മൾ എണ്ണി എടുക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്ക്, ഒരു സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രേക്ഷകരുണ്ട്. നമ്മൾ ക്രിട്ടിക്കലിയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സമയത്തായിക്കോട്ടെ ഇപ്പോഴും ആയിക്കോട്ടെ, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലി ഒരു സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഒരു സിനിമ എന്നുള്ള 2 മീറ്ററിലേക്ക് മാറുന്ന സമയത്ത് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പോവുക എന്നത് തന്നെയാണ് ഒരു സംവിധായകൻ എന്ന രീതിയിൽ വെല്ലുവിളി. അത് മോഹൻ എന്ന സംവിധായകൻ വളരെ നിഷ്പ്രഭമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതാണ് എന്നുള്ളതാണ് എടുത്ത് സൂചിപ്പിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പോൾ ശാലിനിയുടെ കൂട്ടുകാരി എന്ന സിനിമയെ കുറിച്ച് നമ്മൾ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വേണുനകളിൽ ജലജ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പിന്നിൽ ആ സംവിധായകൻ്റെ കരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ക്യാമ്പസ് എന്ന 2005 ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തെങ്കിൽ പോലും അതിന് മുന്നേ ആയി അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന സിനിമയിൽ ഇവിടെ തന്നെയാണ് 99 അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്യുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ആ ഒരു നിലയിലേക്ക് സിനിമ മാറുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം മാറുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംവിധായകൻ എന്ന രീതിയിൽ അത്രയധികം അപ്പോഴും ആയിക്കോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മരാജനുമായിട്ടുള്ള കൊളാബറേഷൻ സിനിമകൾ, അദ്ദേഹം 3 സിനിമകൾ പത്മരാജനോടൊപ്പം ചെയ്തിരിക്കുന്നു. ശ്രീനിവാസൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തിരിക്കുന്നു, ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ. അപ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ എണ്ണങ്ങൾ പരിശോധിക്കും. നമ്മളെപ്പോഴും ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്തത് എണ്ണത്തിൻ്റെ കണക്കുകൾ നമ്മൾ എടുക്കാറുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത സിനിമകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്, വളരെ ചുരുക്കമാണ്. കാരണം അക്കാലത്ത് പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ തന്നെ ഒരുപാടധികം സിനിമകൾ ചെയ്യുന്ന സംവിധായകരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1982 അദ്ദേഹം 4 സിനിമകൾ, ഇപ്പോൾ നിറം മാറുന്ന നിമിഷങ്ങളായിക്കോട്ടെ, ഇളക്കങ്ങൾ, ഇടവേള തുടങ്ങിയ സിനിമകൾ, ആലോലം, ഈ 4 സിനിമകൾ റിലീസാകുന്നത് ഒരു വർഷത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമയം എടുത്തുകൊണ്ട് ഓരോ വർഷത്തിലും ഒരു സിനിമകൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഇസബെല്ല, മുഖമൊക്കെ. നടൻ കുഞ്ചൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കുഞ്ചൻ, താങ്കൾ എങ്ങനെയാണ് ശ്രീ മോഹനെ അനുസ്മരിക്കുന്നത്?
അല്ല, വളരെ നമ്മൾ എന്താ പറയുക, മോഹൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോഹൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. മോഹന്റെ പടം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. സോറി, ഈ മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഒരു സ്പേസ് ആയിരുന്നു മലയാളത്തിലും. അദ്ദേഹത്തിന്റെ പടം എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബസമേതം കാണാവുന്ന ഒരു പടം. പിന്നെ നല്ലൊരു സംവിധായകനായിരുന്നു. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടതിൽ അതീവ സങ്കടമുണ്ട്. അറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ പടങ്ങൾ അധികമൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാവുന്നുണ്ട്. ഞാൻ പറയാം, വളരെ എന്താ പറയാൻ, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറയാനുള്ളൊരു ഭാഗ്യം ഒന്നും എനിക്കില്ല. ഞാനത് ഒരു പടത്തിൽ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഡയറക്ടർ എന്ന് മാത്രം പറയുന്നത്. മലയാള സിനിമയ്ക്ക് സത്യം പറഞ്ഞത് നഷ്ടമാണ്. മോഹന്റെ പേര് കണ്ടാൽ ആളുകൾ കയറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, സംവിധായകൻ മോഹൻ എന്ന് പറഞ്ഞാൽ. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാതെ ഇനി നമുക്ക് എല്ലാവർക്കും ആ നഷ്ടം വീണ്ടെടുക്കാനൊക്കെ ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആത്മാവിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ്. ശരി. നടൻ കുഞ്ചനാണ് ശ്രീ മോഹൻ അനുസ്മരിച്ചത്. ഏതായാലും സംവിധായകൻ ഒരു കാലത്ത് മലയാള സിനിമയുടെ ഗതി മാറ്റിവിട്ട സംവിധായകൻ എന്ന് തന്നെ പറയാം. കാരണം കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒരു സിനിമാ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള കഥകൾ, വ്യത്യസ്ത നടീനടന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു 2ാം നിര നടീനടന്മാരെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച മോഹൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഓർമ്മകൾ മോഹനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷേ എന്ന സിനിമ, മോഹൻലാലിൻ്റെ സിനിമ, അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാണ്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു പല സിനിമകളും. അല്ലിയിളം പൂവോ എന്ന കൃഷ്ണേന്ദ്രൻ പാടിയ താരാട്ട് പാട്ട് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു താരാട്ട് പാട്ടായി മോഹൻ സിനിമയിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ്, മലയാളത്തിന് നിരവധി കലാസൃഷ്ടികൾ സമ്മാനിച്ചുകൊണ്ടാണ് മോഹൻ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സങ്കടകരമായ കാര്യം. ഹരി, അതാണ് കാരണം. അന്ന് ഈ മലയാള സിനിമയുടെ ഒരു കാലമെന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ ഹിറ്റ്സ്, ഈ കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം, അത് പലതരത്തിലുള്ള എലമെന്റ്സ് കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ കമേഴ്ഷ്യലി ഹിറ്റാക്കാൻ മാത്രം സിനിമകൾ ഉപയോഗിച്ചിരുന്ന, സിനിമാ മേഖല ഉപയോഗിച്ചിരുന്ന സമയത്താണ് സമാന്തര സിനിമകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പക്ഷേ കമേഴ്ഷ്യലിയും വലിയ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് മോഹൻ വരുന്നത്. നടീനടന്മാർ, സൂപ്പർ താരങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല മോഹന്റെ സിനിമകളിൽ അന്നത്തെ. അദ്ദേഹം ചെറിയ താരങ്ങളെ വലുതാക്കിയ ഒരു സംവിധായകൻ കൂടിയാണ്. അങ്ങനെ നിരവധി മാറ്റങ്ങൾ സിനിമാ മേഖലയ്ക്ക് സമ്മാനിച്ച ഒരാൾ കൂടി എന്ന നിലയിലും മോഹനെ ഓർക്കാം. തീർച്ചയായും. കാരണം ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് അപ്പോഴും ഡേറ്റുകൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമാ ലോകമുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട താരങ്ങളാണ്, അന്നത്തെ പ്രധാന താരങ്ങളുടെ ഒക്കെ തന്നെ ഡേറ്റുകൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായൊരു തലമെടുക്കുക, അദ്ദേഹത്തിൻ്റെ അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മലയാള സിനിമയെ തന്നെ ഗതി മാറ്റിക്കൊണ്ട് വേറൊരു രീതിയിൽ, അതിപ്പോൾ കാസ്റ്റിംഗ് വൈസ് ആയാലും അദ്ദേഹത്തിൻ്റെ സിനിമ മേക്കിംഗ് സ്റ്റൈലായാലും എല്ലാ രീതിയിലും അത് നമ്മളെപ്പോഴും, അത് ക്രിട്ടിക്സിൻ്റെ നമ്മൾ എപ്പോഴും ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകൾക്കൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന വിഷയമായി മാറിയിട്ടുള്ളതും ഇത് തന്നെയാണ്. കാരണം അദ്ദേഹം സിനിമകളിൽ എടുക്കുന്ന കാസ്റ്റിങ്ങുകൾ, പ്രത്യേകിച്ച് അതിൻ്റെ അഭിനയിപ്പിക്കുന്ന താരങ്ങൾ, അതിലകത്ത് വരുന്നവർ പ്രത്യേകിച്ച് അവരിലേക്ക് കൊണ്ടുവരിക, ഈ സിനിമ അവരുടേതാക്കി മാറ്റുക, മാറ്റി നിർത്തപ്പെട്ടിരുന്ന ബാക്കിയുള്ളവരെയൊക്കെ അവരുടേതായ സിനിമകളിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു മോഹൻ എന്ന സംവിധായകൻ കാസ്റ്റിങ്ങിലൂടെ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് അദ്ദേഹം തിയേറ്ററുകളിലും, ആ സിനിമകളും വാണിജ്യ സിനിമകളാവാം, ആ സിനിമകളും വലിയ കളക്ഷനുകൾ നേടാമെന്നും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ തെളിയിച്ച ഒരു സംവിധായകനും കൂടിയാണ്. അപ്പോൾ ആ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു സംവിധായകൻ എന്ന നിലയിൽ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഗാനങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ പിറന്ന ഒട്ടനവധി ഗാനങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പോഴും മലയാളികൾ മൂളിക്കൊണ്ടിരിപ്പോൾ കൃഷ്ണചന്ദ്രൻ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഗാനത്തോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകളിലെ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധേയമാണ്. ശരി. ഹരിയാണ് വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഇതിലേക്ക് തന്നെ, ഇടവേളയ്ക്ക് ശേഷം.